ഏത് ഈ മോളിലത്തെ റോഡിലോ? ആ ഇതേ അവിടെ കോട ഉണ്ടാ? ആനയെല്ലാം കോട അതെന്നെ പറ്റിക്കാൻ പറഞ്ഞതായിരുന്നു അല്ലേ? വെളുപ്പിനെ വന്നാലും രാത്രി വന്നാലും ഒക്കെ ആനയുള്ളൂ എന്ന് പറഞ്ഞ്. എന്റെ പൊന്നെ കേസ്, ഈ റൂട്ടില് വെളുപ്പിനെയും രാത്രിയും മാത്രമേ ആന ഉണ്ടാവുള്ളൂ, പേടിക്കണ്ടെന്നും പറഞ്ഞ് എന്നെ കൊണ്ടുവന്നതാണ്. ഓ സൂപ്പർ ട്ടോ, വാവ്, അടിപൊളി അടിപൊളി. നല്ല തെന്നലുണ്ട് കേട്ടോ ഫ്രണ്ട്. തെന്നലുണ്ടാവും കേട്ടോ. തെന്നലുണ്ട്, ഉണ്ടാവുന്നല്ല ഉണ്ട്. നല്ല രസമുണ്ട് കാണാനായിട്ട്. പക്ഷെ നല്ല തണുപ്പായിട്ടാ. ഹായ് ടാറ്റ, ഉല്ലാസയാത്ര. സൂപ്പർ സൂപ്പർ സൂപ്പർ. അപ്പൊ ഇവിടെ പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ എന്ത് രസമായിരിക്കും ഫുൾ ടൈം പുറത്തേക്ക് നോക്കിയിരിക്കാം. മാമലക്കണ്ടത്തിൽ ഏറ്റവും ഹൈറ്റ് ഉള്ള സ്ഥലമാണ്. 3000 അടി ഹൈറ്റിലേക്കാണ് നമ്മൾ പോകുന്നത്. ഓ ശരി. അത് നമുക്ക് 3 കിലോമീറ്റർ ഉള്ളൂ. 3 കിലോമീറ്ററിന് നമുക്ക് 40 മിനിറ്റ് 45 മിനിറ്റോളം അവിടെ കയറി ചെല്ലാൻ. ഒരു വണ്ടിയിൽ നമ്മൾ 5 വരെയാണ് കൊണ്ടുപോകുള്ളൂ. ഒരു വണ്ടിക്ക് 2000 രൂപ. 2 മണിക്കൂർ. അങ്ങനെ ഞങ്ങൾ ആ കൊടും കാടിനുള്ളിൽ ഇവിടെ ഒരു വ്യൂ പോയിന്റ് ഉണ്ട്. അവിടെ വന്ന് നിർത്തിയേക്കാണ് കേട്ടോ. നല്ല മഴയാണിപ്പോൾ. നല്ല മുളയരി പായസം ഇതാ. അങ്ങനെ ഞങ്ങളിനി ഈ ഒരു മുളയരി പായസം കൂടെ കുടിക്കട്ടെ കേട്ടോ. ഹലോ, ക്രേസി കപ്പിൾസിന്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ യാത്ര പ്ലാൻ ചെയ്തിരിക്കുന്നത് ഈ മഴക്കാലത്തൊക്കെ പോകാൻ ഏറ്റവും അനുയോജ്യമായിട്ടുള്ള സ്ഥലത്തേക്കാണ്, അല്ലെങ്കിൽ ഈ മഴക്കാലത്ത് നമ്മൾ ഏറ്റവും പോകേണ്ടതായിട്ടുള്ള ഒരു സ്ഥലത്തേക്കാണ്. എപ്പോൾ വേണമെങ്കിലും ആനകളെ നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു കൊടുങ്കാട്ടിലൂടെയാണ് ഇന്ന് നമ്മൾ പോകുന്നത്. മറ്റെവിടേക്കും അല്ല, എറണാകുളം ജില്ലയിലെ മാമലക്കണ്ടത്തേക്കാണ് ഇന്നത്തെ നമ്മുടെ ഈ ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ പോവാം. കോതമംഗലത്ത് നിന്ന് പോകുമ്പോൾ കുട്ടമ്പുഴ വഴിയോ അല്ലെങ്കിൽ നേര്യമംഗലം വഴിയോ നമുക്ക് മാമലക്കണ്ടത്തേക്ക് എത്തിച്ചേരാനായിട്ട് സാധിക്കും. ഞങ്ങളിന്ന് പോകുന്നത് നേര്യമംഗലം വഴിയാണ്. നേര്യമംഗലം ആ പാലത്തിന് തൊട്ട് മുമ്പ്. അങ്ങനെ ഞങ്ങളിപ്പോ എത്തി നിൽക്കുന്നത് നേര്യമംഗലത്താണ്. നേര്യമംഗലത്ത് ആ ഒരു പാലത്തിന്റെ താഴെ ഒരു കടവിലേക്ക് പോകുന്ന വഴിയുണ്ട്. അവിടെ പെരിയാറിലേക്ക് ആ ഒരു കടവില് ഇറങ്ങി നിൽക്കുകയാണ് കേട്ടോ ഇപ്പൊ. പക്ഷെ പുഴയിൽ ഇറങ്ങാന്ന് വിചാരിച്ചപ്പോ പറ്റില്ല, കാരണം ഇവിടെ താഴേക്ക് ഇപ്പൊ കാല് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തായാലും താന്നു പോകും. ഓപ്പോസിറ്റ് നോക്കി കൊടുങ്കാട് അല്ലെ. അവിടെയോ? വെള്ളം കുടിക്കാനായിട്ട്. ഏത് ഈ മോളിലത്തെ റോഡിലോ? ഇതേ അവിടെ കോട ഉണ്ടാ? ആനയെല്ലാം കോട. ഇതാണ് ബോട്ട് ജെട്ടി. നമ്മളിപ്പോ ഈ പോണ സ്ഥലങ്ങളിലെല്ലാം വെള്ളച്ചാട്ടമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോന്ന് തോന്നും ആളുകൾക്ക്. പക്ഷെ മഴക്കാലല്ലേ, മഴക്കാലം ആവുമ്പോ എല്ലായിടത്തും ഇതുപോലെ വെള്ളച്ചാട്ടങ്ങളാണ്. ഇതിലും വലുതല്ലേ പോണ വഴിക്ക് ചെയ്യാപ്പാറ. അങ്ങനെ ഞങ്ങള് ആ ചെറിയ വെള്ളച്ചാട്ടം കണ്ടിട്ട് വീണ്ടും മൂന്നാർ റൂട്ടില് യാത്ര തുടർന്നു അല്ലെ? അതെ അതെ. അങ്ങനെ നമ്മള് ഇവിടെ ഈ വളവ് കഴിഞ്ഞാൽ ഒരു ജംഗ്ഷനിലെത്തും. ഈ ജംഗ്ഷനിൽ നിന്ന് റൈറ്റ് പോകുമ്പോഴാണ് അടിമാലി മൂന്നാറ്. നമുക്ക് പോകേണ്ടത് നേരെയാണ്. എവിടെയാണ്? മാമലകണ്ടം. അഡ്വഞ്ചറസ് ആയിട്ടുള്ള യാത്ര ഇവിടെ സ്റ്റാർട്ട് ചെയ്യാണ്. നമ്മള് ജംഗ്ഷനിൽ നിന്ന് വലത്തോട്ടും പോവാം. 6 മൈല് മാമലകണ്ടം റൂട്ടിലേക്ക് കയറി ഇനി ഇവിടുന്ന് ഫുൾ കാട്. കാടാണ്. കൊടുംകാട് എന്ന് പറയും. ഫോണടിക്കട്ടോ. നിങ്ങൾക്ക് എന്തിനെ കാണാം? കോൺക്രീറ്റ് റോഡാണല്ലേ, കുത്തനെ കയറ്റാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മഴക്കാലത്ത് വരേണ്ട ഒരു സ്ഥലമാണ് ഇവിടെ. മൺസൂൺ കാലത്ത് വന്നാലാണ് ഇവിടെ ഈ ഒരു പച്ചപ്പും. മാമലക്കണ്ടൊക്കെ KSRTC ട്രിപ്പുകൾ ഉള്ള സ്ഥലമാണ്, പ്രത്യേകിച്ച് സൺഡേ ഒക്കെ അല്ലെ. സൺഡേ ഉണ്ട് മാമലക്കണ്ടം വഴി മൂന്നാർക്കൊക്കെ. ഈ കുത്തനെ കയറ്റം കയറി പോകണം. ഈശ്വര,
ചെറുതായി വേറെ വണ്ടികളോ റൈഡേഴ്സ് ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് ഇത്ര എനിക്ക് ചെറുതായിട്ടൊരു പേടി തരണം. ഇവിടെ ഉണ്ടല്ലോ പകലൊക്കെ ഏറ്റവും കൂടുതൽ ആനകളുള്ള സ്ഥലമാണ് ഈ മാമലകണ്ടം എന്ന് പറയുന്നത്. വെളുപ്പിനെ രാത്രി ഉള്ളൂ എന്ന് പറഞ്ഞത് ആര് പറഞ്ഞു? അതെന്നെ പറ്റിക്കാൻ പറഞ്ഞതായിരുന്നു അല്ലേ? വെളുപ്പിനെ വന്നാലും രാത്രി വന്നാലും ഒക്കെ ആനയുള്ളൂ എന്ന് പറഞ്ഞ്. ചീവീടിന്റെ സൗണ്ട് തുടങ്ങിയിട്ടാ. ഇതൊക്കെ എല്ലായിടത്തും ചീവീടിന്റെ സൗണ്ടാണോ? നമ്മള് പോണ സ്ഥലങ്ങൾ മുഴുവൻ ഈ കാടും വനവും. അതെ, ആനയല്ലാതെ വേറെ പുലി കടുവയൊന്നും ഇല്ലല്ലോ അല്ലെ? ചോദിച്ചു നോക്കാം ആനനെ കാണുമ്പോ. പൊന്നെ കേസ്, ഈ റൂട്ടില് വെളുപ്പിനെയും രാത്രിയും മാത്രമേ ആന ഉണ്ടാവുള്ളൂ, പേടിക്കണ്ടെന്നും പറഞ്ഞ് എന്നെ കൊണ്ടുവന്നതാണ്. പക്ഷെ കാട് എന്ന് പറഞ്ഞു കഴിഞ്ഞാണ്ടല്ലോ, അത് നമുക്ക് പോവാനും കാണാനും ഭയങ്കര ഇഷ്ടമുള്ള സ്ഥലമാണ് താനും. പക്ഷെ ആന ഭയങ്കര പേടിയാണ്. അല്ല, ഈ റൂട്ടിനകത്ത് ഈ ബൈക്ക് റൈഡേഴ്സ് ഉണ്ടല്ലോ, അവരുടെ സ്ഥിരം പോണ റൂട്ടാണ്. ഇവിടുന്ന് നേരെ മാങ്കുളം, ആനക്കുളം അങ്ങനെ പോയിട്ടുണ്ടല്ലോ, മറ്റേ മൂന്നാറ് ലക്ഷ്മി എസ്റ്റേറ്റ് വഴി പോവാൻ പറ്റും. അയ്യോ, നമ്മളല്ലാതെ വേറെ ഒരു വണ്ടി പോലും ഇവിടെ ഇല്ലാട്ടോ. മനുഷ്യക്കുഞ്ഞ് പോയിട്ട് ഈശ്വര ചടയിൽ നിന്നൊക്കെ പോകാൻ പറ്റില്ല കേട്ടോ, പതുക്കെ കയറി പോകാൻ പറ്റുള്ളൂ. ദൈവമേ, ഞങ്ങളുടെ കൂടെ ഉണ്ടാവണേ, കാത്തോണേന്ന്. ദൈവമേ, ഞാൻ നിന്നെ പേടിപ്പിക്കാൻ വിളിച്ചോണ്ട് വന്നിട്ട് നീ പെണ്ണെ പേടിപ്പിക്കണോ? അതല്ലേ, അത് ഇങ്ങനത്തെ കുത്തനെയുള്ള കയറ്റത്തിലൊന്നും ആന വന്ന് നിൽക്കില്ലായിരിക്കൂല്ലേ? എനിക്കറിയില്ല. എന്തായാലും പകല ആനയുള്ള റൂട്ടാണ് ഇത്. ഞാനൊക്കെ ഇതിൽ വന്നപ്പോ ഉണ്ടല്ലോ, മഴക്കാലത്തല്ല വേനൽക്കാലത്താ വന്നപ്പോ ഉണ്ടല്ലോ, ഈ ഇവിടെ റോഡ് സൈഡില് നിറയെ ആനപ്പിണ്ടങ്ങൾ കണ്ടിട്ടുണ്ട്. ഇതുവരെ ഏതായാലും ഒന്നും കണ്ടു തുടങ്ങിയിട്ടില്ല കേട്ടോ. അത് ആനയെ കാണാനുള്ള ഏരിയ ആയി വരണേ ഉള്ളൂ. അയ്യോ, അങ്ങനെ പോകുന്ന വഴിയില് ഇവളുടെ കൊറേ കൂട്ടുകാരെ കണ്ടു കേട്ടോ. എന്റെ മാത്രാ കണ്ടേ? കൂട്ടുകാരെ നല്ല ചായ മോട്ടെ. കണ്ടു, ആനവണ്ടി വരണ കണ്ടു. ഉല്ലാസയാത്ര കോട്ടയം മാമലകണ്ടം, കോട്ടയം സൂപ്പർ സൂപ്പർ സൂപ്പർ. എന്തായാലും വേണ്ടില്ല, ഇറങ്ങുകയാണ് കേട്ടോ. എവിടെ ഇപ്പൊ വണ്ടി കൊണ്ട് നിർത്തുക? അങ്ങോട്ട് അടിപൊളി അടിപൊളി, ഒന്നും പറയാനില്ല. ഇപ്പൊ പോയ ആ ആനവണ്ടി ഇല്ലേ, ഉല്ലാസയാത്ര, അതിന് തൊട്ട് താഴെയായിട്ട് ഇതുപോലെ ചെറിയൊരു നീർച്ചാല്, നല്ല രസമുണ്ട് കാണാനായിട്ട്. ഒരാളവിടെ വെള്ളത്തിൽ കുളിക്കോ കളിക്കോ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്. നല്ല തെന്നലുണ്ട് കേട്ടോ. തെന്നലുണ്ടാവും കേട്ടോ, തെന്നലുണ്ട്, ഉണ്ടാവുന്നല്ല, നല്ല രസമുണ്ട് കാണാനായിട്ട്. പക്ഷെ നല്ല തണുപ്പായിട്ടോ. തണുപ്പുണ്ടോ? കണ്ണീര് പോലത്തെ വെള്ളം, ശുദ്ധമായ വെള്ളം. നമുക്ക് അവിടേക്ക് പോയി നോക്കിയാലോ? ഹായ്, ടാറ്റ. ഉല്ലാസയാത്ര സൂപ്പർ സൂപ്പർ സൂപ്പർ. പക്ഷെ ഉണ്ടല്ലോ, ഈ ആനവണ്ടിയിലെ യാത്ര രസം. പക്ഷെ അവരെന്താ ഇവിടെ നിന്ന് നിർത്തി തരാത്തല്ലേ? ആ പക്ഷികളുടെ ജീവിതത്തിലെ ഒരു ഓണത്തിപ്പുഴു, എന്താ ഇതിന്റെ പേര്? ഓണത്തിപ്പുഴു. എന്തൊരു സാധനം, മേല് നിറയെ രോമായിട്ടേ കടിച്ച ചൊറിഞ്ഞ്. ഹായ്, സൂപ്പർ. ദേ ഇവിടെ ആ വെള്ളച്ചാട്ടം അല്ല, ആ തോട്. ശരിക്കും ഈ വഴി വന്നു കഴിഞ്ഞാല് ഈ ചീവീടിന്റെയും
ഈ കാട്ടരുവികളുടെ മാത്രം സൗണ്ട് ആട്ടോ ഇവിടെ. ഈ ചീവിടിന്റെ സൗണ്ട് ഡയലോഗ് ഞാൻ എവിടെ കേട്ടിട്ടുണ്ടല്ലോ. നമ്മള് കഴിഞ്ഞ വീഡിയോയിൽ അമ്മച്ചി കൊട്ടാരം പോയി നല്ല ആ അരുവിയുടെ സൗണ്ട് ക്ലിയർ ആയിട്ട് കുറെ ഉണ്ടല്ലോ സൺഡേ ആയതുകൊണ്ട് നിറയെ അരുവി. പക്ഷെ ഞാനുണ്ടല്ലോ പ്രേം, പണ്ട് ഇതുപോലൊരു യൂട്യൂബ് വീഡിയോ കണ്ടതില് ഏകദേശം ഇതുപോലൊരു സ്ഥലം പോകുമ്പോ ഇവിടെ മുഴുവൻ ഒരു കുന്നിൻചെരുവ് പോലെ പുൽമേടൊക്കെ ആയിട്ട് അതിലെ ആന ഇറങ്ങി വരുന്ന ഒരു ഇതുപോലത്തെ ഒരു സ്ഥലം, ആന ഇറങ്ങി വരണതായിട്ടുള്ള ഒരു വീഡിയോ സ്വപ്നം കണ്ടത്. എന്തൊരു സ്പീഡിലാണ് ഇവിടെയൊക്കെ വരണേ. ചേട്ടാ മാറിപ്പോട്ടോ. ഞാൻ പറഞ്ഞതല്ല, ഞാൻ ബാക്കിൽ ഇരിക്കാം. ഈ കാട്ടരുവികളുടെ സൂപ്പർ ട്ടോ. വാവ്, അടിപൊളി അടിപൊളി. സൂപ്പർ. അടുത്തത് ഇഷ്ടം പോലെ ഉണ്ട്. ഇത് കറുത്ത ആനയെ കാണാൻ വെളുത്തൊന്ന ആനയാണ് കാണുന്നത്. കേരള സർക്കാരിന്റെ ആനകളാണ്. എന്താല്ലേ, പക്ഷെ ഇറങ്ങാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ഇപ്പൊ ഇറങ്ങുന്നില്ല. നല്ല വഴുക്കലുണ്ടാവും. ഇവിടുന്ന് ഇറങ്ങിയാൽ നേരെ അവിടെ പോയിട്ടാവും കിടക്കുക. നമ്മൾ അവിടെ ഇറങ്ങിയ പോയിട്ടില്ല. നല്ല കണ്ണീര് പോലത്തെ വെള്ളം. സൂപ്പർ. സ്ഥിരം ലൊക്കേഷൻ ആണ് എല്ലാവരുടെയും ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനും ഒക്കെ ആയിട്ട്. അതിന് വരണ ആ ഒരു അരുവി, ആ വെള്ളച്ചാട്ടം നോക്കിയാൽ മലയുടെ നടുക്കൂടി. സാധാരണ നമ്മൾ കാണുന്ന ഫോട്ടോ ഫ്രെയിമിലൊക്കെ ഈ ഒരു ആർച്ചും പിന്നെ ആ വെള്ളച്ചാട്ടവും അല്ലേ. ഇതാണ് മാമലക്കണ്ടം ഗവൺമെന്റ് ഹൈസ്കൂൾ. ഉള്ള സ്ഥലമാണ് മാമലക്കണ്ടം. മാമലക്കണ്ടത്തിന്റെ ഏറ്റവും ഹൈറ്റ് ഉള്ള സ്ഥലമാണ്. 3000 അടി ഹൈറ്റിലേക്കാണ് നമ്മൾ പോകുന്നത്. അത് നമുക്ക് 3 കിലോമീറ്റർ ഉള്ളൂ. 3 കിലോമീറ്ററിന് നമുക്ക് 40 മിനിറ്റ് 45 മിനിറ്റോളം നമുക്ക് അവിടെ കയറി ചെല്ലാൻ. ഒരു വണ്ടിയിൽ നമ്മൾ 5 വരെയാണ് കൊണ്ടുപോകുള്ളൂ. ഒരു വണ്ടിക്ക് 2000 രൂപ. 2 മണിക്കൂർ 2.5 മണിക്കൂർ കൊടുക്കും നമ്മൾ പോയിട്ട് തിരിച്ചു വരുമ്പോൾ. കേരളത്തിലെ നമ്പർ 1 ഓഫ് റോഡ്. 2.5 മണിക്കൂർ കൊണ്ട് പോയി തിരിച്ചു. 2.5 മണിക്കൂർ തിരിച്ചു വരും. നമുക്ക് 40 മിനിറ്റ് അങ്ങോട്ട് തിരിച്ച് 40 മിനിറ്റ് ഇങ്ങോട്ട്. പിന്നെ നമുക്ക് അവിടെ ഒരു 3/4 മണിക്കൂർ നമുക്ക് സ്പെൻഡ് ചെയ്യാനുള്ള സമയമുണ്ടോ? ഇല്ല, അതിന്റെ മുകളിൽ ആനയില്ല. കഴിഞ്ഞ ദിവസം ആനയുടെ ടോപ്പിൽ വന്നായിരുന്നു. ഇത് ആളുകളുടെ സ്ഥലങ്ങളാണ് മൊത്തം, കാട്ടിലേക്കല്ല. ട്രൈബൽ കോളനി അല്ല, ആളുകളുടെ സ്ഥലം. അത് അവിടെ വീടൊക്കെ ഉണ്ട് മുകളിൽ, ഹോം സ്റ്റേ ഉണ്ട്. നല്ല അടിപൊളി സ്ഥലമാണ്. കേരളത്തിലെ നമ്പർ 1 ഓഫ് റോഡ്. അപ്പോൾ ഈ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് ഈ ഒരു ചേട്ടനെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഇവിടെ വരുമ്പോൾ ഓഫ് റോഡ് ജീപ്പ് സവാരി പോകാനായിട്ട് ആഗ്രഹിക്കുന്നവർക്കൊക്കെ ഇവിടെ വന്നു കഴിയുമ്പോൾ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും എന്നാണ് ചേട്ടൻ പറഞ്ഞത് കേട്ടോ. നമ്മൾ ആ കാണുന്ന ഏറ്റവും മലയുടെ മുകളിൽ ചെന്ന് കഴിയുമ്പോൾ നെടുമ്പാശ്ശേരി എയർപോർട്ടൊക്കെ സൺസെറ്റിന് ശേഷമാണെങ്കിൽ ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യുന്നൊക്കെ കാണാൻ പറ്റും എന്നാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് ദേ ഈ ഒരു ഐസ്ക്രീമൊക്കെ ഓരോന്ന് കഴിച്ചിട്ട് നമുക്ക് ഒന്ന് പോയിട്ട് വരാം അല്ലേ. കേറിയട്ടാ അങ്ങനെ ആ ഓഫ് റോഡ് ജീപ്പ് യാത്രയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് ഞങ്ങൾ ദേ ഇപ്പോൾ തിരിച്ച് പോയിക്കൊണ്ടിരിക്കുന്ന
ഭാഗമാണിത്. തിരിച്ച് പോകുന്നതെന്ന് വെച്ചാൽ കുട്ടമ്പുഴ വഴി കോതമംഗലം അങ്ങനെയാണ് കേട്ടോ ഞങ്ങൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. എന്തായാലും എന്താ പറയുക, നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ ഈ ഒരു യാത്ര എന്ന് പറയുന്നത്. ഇവിടെ വരുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങളൊരു 5 പേര് കൂടി വരണമെന്നുണ്ടെങ്കിൽ 2000 രൂപ. പക്ഷേ ആ 2000 രൂപ കൊടുക്കണതിൽ ഒരു നഷ്ടവും ഇല്ലാത്ത ഒരു ഓഫ് റോഡ് സവാരി ആയിരുന്നു അത്. ആ ചേട്ടൻ പറഞ്ഞത് സൺസെറ്റിന് ശേഷമാണ് എങ്കിൽ നെടുമ്പാശ്ശേരി എയർപോർട്ട് കാണാൻ പറ്റും, അതുപോലെ ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യുന്നതൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നതാണ്. പക്ഷെ അത്രയും നേരമൊന്നും ഞങ്ങൾ നിൽക്കുന്നില്ലല്ലോ. എന്ത് തന്നെയാണെങ്കിലും അതുപോലെ തന്നെ എല്ലായിടത്തോട്ടും എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ടൊക്കെ പറഞ്ഞു തന്ന് നമുക്ക് ഫോട്ടോ എടുക്കാനൊക്കെ പറ്റിയ വ്യൂ പോയിന്റിൽ വണ്ടി നിർത്തി ഫോട്ടോ എടുക്കാനും ഒക്കെയുള്ള സമയവും കാര്യങ്ങളൊക്കെ തന്നുകൊണ്ടുള്ളൊരു യാത്രയായിരുന്നു. എന്തായാലും നിങ്ങളിവിടെ വരുമ്പോൾ ഒന്ന് പോയി നോക്കൂ കേട്ടോ. അങ്ങനെ തിരിച്ച് നമ്മൾ ഈ പോകുന്നത് കൊടും കാട്ടിലൂടെയാണ്. മൊബൈൽ ഫോണിനൊന്നും റേഞ്ചേ ഇല്ല ഇവിടെ. പിന്നെ നമുക്കുണ്ടല്ലോ ഇതാ ഇങ്ങനെ കുറച്ച് പോകുമ്പോഴേക്കും ഈ കാടിന് നടുക്ക് ഓരോ പാറക്കല്ലുകളൊക്കെ കാണുമ്പോൾ അത് കണ്ടോ, ആ പാറക്കല്ലൊക്കെ കാണുമ്പോഴേക്കും നമുക്ക് അവിടെ ആനയാണോ എന്നാണ് നമുക്ക് തോന്നിപ്പോണേ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോൾ വേണമെങ്കിലും ആനകളെ കാണാം എന്നുള്ള പ്രതീക്ഷയിലാണല്ലോ നമ്മൾ വണ്ടി ഓടിച്ച് മുമ്പോട്ട് പോകുന്നത്. അപ്പം അതുകൊണ്ട് അങ്ങനെ നമുക്ക് തോന്നിപ്പോവാണ്. അങ്ങനെ ഞങ്ങൾ ആ കൊടും കാടിനുള്ളിൽ ഇവിടെ ഒരു വ്യൂ പോയിന്റ് ഉണ്ട്, അവിടെ വന്ന് നിർത്തിയേക്കാണ് കേട്ടോ. നല്ല മഴയാണിപ്പോൾ. വ്യൂ പോയിന്റ് ആ മലയൊന്നും കാണാൻ പറ്റില്ല കേട്ടോ, അല്ലേ? കോട കയറിയിട്ട് നല്ല രസമുണ്ട് കേട്ടോ. അടിപൊളിയാണ്, നല്ല മഴയാണിപ്പോൾ. ശരിക്കും മഴക്കാലത്ത് നല്ല വരേണ്ടൊരു സ്ഥലമാണ് ഇത്. മഴയാണെങ്കിൽ പോലും മഴയാണ് ഇതിൻ്റെ ഭംഗി കാണുന്നത്. ഇതാണ് നമ്മളെ കോടം. രണ്ടുപേരും കോട്ടക്കിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. മഴ എന്ന് പറഞ്ഞാൽ അതുപോലെ മഴ. ബാക്കിലാണ് ആദ്യം കാണിച്ച ആ മല, ഒന്നും കാണാൻ പറ്റില്ല. അപ്പോൾ ഞങ്ങളിനി പതുക്കെ പോവുകയാണ്. അങ്ങനെ നല്ല മഴയായതുകൊണ്ടുണ്ടല്ലോ നമുക്ക് വീഡിയോ ഒന്നും ഷൂട്ട് ചെയ്യാനായിട്ട് പറ്റിയില്ല കേട്ടോ. മൊബൈൽ ഫോൺ നമുക്ക് പുറത്തേക്ക് എടുക്കാൻ പോലും പറ്റിയില്ല, അതുപോലെ മഴയായിരുന്നു. അപ്പോൾ നമ്മൾ തിരിച്ച് വരികയാണ്. തിരിച്ച് വരുന്ന വഴിക്ക് ഇതിപ്പോൾ തട്ടേക്കാട് ആ പാലത്തിൻ്റെ അവിടെ നിന്നിട്ടുള്ളൊരു വ്യൂ ആണിത്. ഇവിടെ എത്തിയപ്പോഴത്തേക്കും മഴയൊക്കെ ഒന്ന് മാറി, അപ്പോഴേക്കും ആ മലയുടെ മുകളിലൊക്കെ കോട നിറഞ്ഞു. ഈ മഴക്കാലത്ത് ഈ ഒരു തണുപ്പത്ത് നമുക്കൊരു ചൂടൻ പായസം കിട്ടിയാൽ എങ്ങനെയുണ്ടാവും? അതും നല്ല മുളയരി പായസം. ഇതാ അങ്ങനെ ഞങ്ങളിനി ഈ ഒരു മുളയരി പായസം കൂടെ കുടിക്കട്ടെ കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മളിനി തിരിച്ച് പോവുകയാണ് കേട്ടോ. ഇനി നേരെ വീട്ടിലേക്ക് പോവുകയാണ്. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ. അപ്പോൾ ഇന്നത്തെ കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. തുടർന്നും വീഡിയോസ് കാണുക. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.